സുഹൃത്തുക്കളെ, KSEBയുടെ ലൈനാണ് ഇത്. ഒരു ലൈന് വരുന്നത് കൂട്ടുപാതയിൽ നിന്ന് നാഗലശ്ശേരി സൈഡിലേക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി പുതിയ ഒരു ലൈന് വരുന്നതാണ്, AV ലൈന്. അതിൻ്റെ താഴെ ഇവിടെയുള്ള വീടുകളിലേക്ക് പോകുന്ന ഈ പെരിങ്ങോട് സബ്സ്റ്റേഷൻ്റെ ലൈനാണ് താഴെ കൂടെ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഒരു അനാസ്ഥ, ഇത്രയും ഒരു ഗൗരവമായൊരു വിഷയം ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മുടെ പെരിങ്ങോട് സബ്സ്റ്റേഷൻ്റെ കീഴിൽ വന്ന ഏകദേശം ഒരു 10 മുകളിലുള്ള തൊഴിലാളികൾ അവരവിടെ ആ കാണുന്ന ട്രാൻസ്ഫോമറിൻ്റെ അവിടെ വന്നു. എന്നിട്ട് അവരോട് ഇതും കൂടി ഒന്ന് വൃത്തിയാക്കാൻ, ഇതും കൂടി ഒന്ന് റെഡിയാക്കാൻ പറഞ്ഞു. അത് അവർ പറഞ്ഞത് ഇത് കൂട്ടുപാതയുടെ ലൈനാണ് എന്നാണ് പറഞ്ഞത്. കൂട്ടുപാത ലൈനാണ് പറഞ്ഞത്. കൂട്ടുപാത ആണെങ്കിലും പെരിങ്ങോടാണെങ്കിലും ആൾക്കാരുടെ ജീവിതം വെച്ചിട്ടാണ് ഈ കളിക്കുന്നത്. ഒരു അപകടം ഉണ്ടായിട്ട് വന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത് വീഡിയോ എടുത്തത്. ഇതിന് പുറമെ എന്താണെന്ന് വെച്ചാൽ, ഈ ഹെവി ലൈൻ ഇപ്പോൾ കൂട്ടുപാത ചാർജ് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ താഴത്ത് കൂടെ പോകുന്ന ലൈനിൽ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. അത് അവിടെ അവർ ചാർജ് ചെയ്ത് പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ കിടക്കുന്ന വിവരം അവരോട് ചൂണ്ടിക്കാണിച്ചിട്ട് അത് എന്തിനാണ്, എന്ത് ഒരു വർക്കാണ് അവർ ചെയ്ത്. അതായത് അവർ ഇത്രയും ആൾക്കാർ മെനക്കെട്ട് വന്നിട്ട് ഒരു ലോറിയിൽ ഒരു 10 മുകളിൽ ആൾക്കാരുണ്ട്. KSEB ഉദ്യോഗസ്ഥർ, KSEB പണിക്കാർ. അവരെ കുറ്റപ്പെടുത്തില്ല കേട്ടോ. കൂട്ടുപാതയുടെ ലൈനാണെങ്കിലും ഒരു അപകടം ഒഴിവാക്കാനല്ലേ നോക്കേണ്ടത് അവർ, പെരിങ്ങോട്. കാരണം ഇതാ ഈ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇതിപ്പോൾ ഇതുവരെയൊക്കെ പെരിങ്ങോട് സബ്സ്റ്റേഷൻ്റെ കീഴിൽ തന്നെയാണ് വർക്ക് ഉണ്ടാകുന്നത്. പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ടത് കൂട്ടുപാത എന്ന് പറഞ്ഞപ്പോൾ 2 മണിക്ക് ഇവിടെ പ്രദേശത്ത് കറണ്ട് പോയതാണ്. അപ്പോൾ അവിടെയൊക്കെ കറണ്ട് വന്നു. പക്ഷേ ഈ പോയ വഴിക്ക് ലൈന് കിടക്കുന്ന നോക്കൂ. ഇതുവരെ ആ ലൈറ്റ്, ഈ ലൈറ്റ് ഇതാ ഇവിടെ ഇങ്ങനെ ചെറുതായി ഇങ്ങനെ ഇതായിരുന്നു, കത്തിയിരുന്നു. ഇപ്പോൾ അതില്ല. അപ്പോൾ അവിടെ കൂടെ പവർ പാസ് ചെയ്യുമ്പോഴാണ് നിരവധി ആൾക്കാർ വരുന്ന വഴിയാണ്. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചാൽ വലിയ തെറ്റായിട്ട് ആരും തോന്നരുത്. കാരണം അത് ചൂണ്ടിക്കാണിച്ചേ പറ്റൂ. കാരണം അവർ ചെയ്യേണ്ട വർക്കാണ്, അവർ ചെയ്യേണ്ട പണിയാണ്. അവരത് നിർവഹിക്കാണ്ട് പോയേക്കണത്. എത്ര ആൾക്കാരെ നോക്കും അതിൻ്റെ അടിയിൽ കൂടെ വരുന്നു. ഓക്കെ, അല്ല ഇത് ഞങ്ങൾക്ക് അങ്ങനെ വിടാൻ പറ്റില്ല. കാരണം ഇത് ഇങ്ങനെ അപകടത്തിൽ കിടക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ കൂട്ടുപാത അല്ലെങ്കിൽ പെരിങ്ങോട് ഇത് അത് അങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു. ഇപ്പോൾ ഞാൻ പറയുന്നത് പറമ്പിൻ്റെ ഉടമസ്ഥ മുറിക്കണം. ഈ പറമ്പിൻ്റെ ഉടമസ്ഥ ഇന്ന് 11 മണിക്ക് ഇവിടെ വന്നതാണ്. അപ്പോൾ KSEBക്കാർ വന്നിട്ടാവും. ഇപ്പോൾ KSEBക്കാർ വിളിച്ചപ്പോൾ അവർക്ക് പറമ്പിൻ്റെ ഉടമസ്ഥ വന്നിട്ടാവും. ഇപ്പോൾ ഞാൻ ഉടമസ്ഥനെ വിളിച്ചു. ഇത് അപകടത്തിലാണോ അല്ലേ? ഇപ്പോൾ താഴെ ലൈനുണ്ട്, അത് വീണ്ടും ചെയ്യണം വരാം. അപ്പോൾ നോക്കൂ, ഇവിടെ ഇത് ഓഫ് ചെയ്യുമ്പോൾ അവർക്കുള്ള 10-40 കുടുംബങ്ങൾക്ക് കറണ്ട് പോവാണ്. അപ്പോൾ ഇതിനാരും ഉത്തരവാദി? ഈ വീട്ടിലൊക്കെ ഈ ചേച്ചി വയ്ക്കാം. ഇവിടെ ഒരു അപകടം ഉണ്ടായാൽ ആരാണ് ഉത്തരവാദി? കിട്ടു